അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതിൻ യദിയ ലിഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. إني أريد أن تبوء بإثمي وإثمك فتكون من أصحاب النار وذلك جزاء الظالمين. صدق الله العلي العظيم. പ്രിയമുള്ളവരെ, അൽ-മാഇദ 28-29 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 മക്കള്, അവർക്കിടയിൽ നടന്ന ആദ്യത്തെ പ്രശ്നം, അതിനെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചത് ഹാബീലും ഖാബീലും ഖുർബാൻ സമർപ്പിച്ചു. ഹാബീലിൻ്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചു. ഖാബീലിൻ്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചില്ല. ഖാബീലിന് ദേഷ്യം വന്നു, ഞാൻ നിന്നെ വധിച്ചു കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാബീല് നല്ല രീതിയിൽ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, അതായത് സ്വന്തം സഹോദരനെ ഉപദേശിക്കുകയാണ്, കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആ കർമ്മങ്ങളുടെ പ്രേരകം തഖ്വയായിരിക്കണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന് ആണ് ഏറ്റവും ആദ്യമായിട്ട് നൽകുന്ന ഉപദേശം. അതിന് നീ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്തേത് ഹാബീല് പറഞ്ഞത് ല അഖ്തുലന്നക്, ഞാൻ നിന്നെ വധിച്ചു കളയും അല്ലെങ്കിൽ കൊന്നു കളയും എന്നാണ്. ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള വർത്തമാനമാണ്. ആ ഒരു വർത്തമാനത്തിനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി. ലഇൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ ചെയ്താൽ. ഇൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സംഗതി ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ലഇൻ ബസത്ത, ബസത്ത എന്നുള്ള പദം നമുക്ക് പുതിയ പദമാണ്. ബസത്ത അൽ ബാസിത്ത് ഹുവ മിൻ അസ്മാ ഇല്ല. ബാസിത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമാണ്. അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ. അല്ലാഹുവാണ് റിസ്ക് ബസ്തു ചെയ്യുന്നവൻ എന്നുള്ളതാണ്. ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ലഹു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അതിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് അൽ ബാസിത്തു വൽ ബസീതത്തു മിനൽ അർദ്. അൽ അർദുൽ വാസിഅത്തുൽ അരീള, വിശാലമായ ഭൂമിക്കാണ് യഥാർത്ഥത്തിൽ അൽ ബസ്ത് എന്നോ അൽ ബസീത്തത്ത് എന്നോ പറയുക. തബസ്സത്ത ഫുലാനുൻ ഫി മക്കാനിൻ അല്ലെങ്കിൽ ഫി ബിലാദിൻ എന്ന് പറഞ്ഞാൽ ഇദാ സാറ അലൈഹ തൂലൻ വ അർളൻ, യഥേഷ്ടം വിശാലമായി സഞ്ചരിക്കുക എന്നാണ്. അപ്പൊ ബസത്ത എന്ന് പറഞ്ഞാൽ വിശാലമായ എന്നുള്ള അർത്ഥത്തിലാണ്, വിശാലമായി കൊടുക്കുന്നത്, വിശാലമായി നൽകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ബാസിത്തായത്. ഈ ഭാഷാപരമായ അർത്ഥത്തിലും ബസത്ത എന്നുള്ള പദം വിശുദ്ധ ഖുർആന് പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് നൂഹിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽ അർളുൽ ബിസാത്ത് എന്നുള്ളത് ഖുർആന്റെ തന്നെ പ്രയോഗമാണ്. അതുപോലെ തന്നെ ബാസിത്ത് എന്ന് പറയുന്നത് റിസ്ക് വിശാലമായി കൊടുക്കുക എന്നൊക്കെയാണ്. പക്ഷെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു അവയവത്തിലേക്ക് ചേർത്ത് പറയുമ്പോൾ, ഇപ്പൊ ബസത്തൽ ലിസാന എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപദേശിച്ചു എന്നല്ല, ശകാരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നാവ് നീട്ടി എന്ന് പറഞ്ഞാൽ, കൈ നീട്ടി എന്ന് പറഞ്ഞാൽ ബസത്ത അൽ യദ എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ അവയവങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന സമയത്ത് അത് നെഗറ്റീവായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ത്? ബസത്ത എന്നുള്ളത്. ഇവിടെ എന്തിലേക്കാണ് ചേർത്തിട്ടുള്ളത്? ബസത്ത് അൽ യദാണ്, കയ്യിലേക്കാണ്. ഈ സൂറത്തിന്റെ തന്നെ നമ്മൾ പഠിച്ച ഒരു ആയത്തില് അള്ളാഹു ഇവർക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ
യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചപ്പോ അള്ളാഹു അത് തടയുകയുണ്ടായി. അപ്പോ ഈ പറയുന്ന ബസ്തുൽ യദ് എന്നുള്ള പ്രയോഗം ഈ സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഉപദ്രവിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ നിന്നാണ് ഇവിടെ ഈ ഒരു പദം വന്നിട്ടുള്ളത്. വളരെ വിശാലമായ പദമാണ് ബസത്ത എന്നുള്ളത്. മറ്റേ എന്താണ് വലാ തജ്അൽ യദക എന്ന് പറഞ്ഞിട്ട് അവസാനം വലാ തബ്സുത്ഹ കുല്ലൽ ബസ്ത്, ദൂർത്തിനെയും പിശുക്കിനെയും കുറിച്ച് പറയുന്ന സമയത്ത് വലാ തബ്സുത്ഹ കുല്ലൽ ബസ്ത്, നീ അത് മലർക്കെ തുറന്നിടരുത് എന്ന് പറഞ്ഞാൽ ധാരാളമായി ചെലവഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് ഉണ്ടായ ഒരു സാധനമാണ് എന്ത് ബസത്ത എന്ന് പറയുന്ന പദം. അപ്പോ ലഇൻ ബസത്ത ഇലയ്യ യദക, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇലയ്യ യദക എന്ന് പറഞ്ഞാല് ലഇൻ ബസത്ത യദക ഇലയ്യ എന്ന കൈ നീട്ടുക, ബസ്തുൽ യദ് എന്നാണ്. പക്ഷെ അതിന് ശേഷമാണ് എന്ത് വരേണ്ടത്? കൈ നീട്ടുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആരെ നേരെ? എന്റെ നേരെ കൈ നീട്ടുക എന്നല്ല പറയാ. പക്ഷെ അതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞത്? ബസത്ത ഇലയ്യ യദക എന്നാണ്. അപ്പൊ നീ എന്നെ കൊല്ലാനായി എന്നെ മാത്രം ഉദ്ദേശിച്ച് കൈ നീട്ടിയാലും എന്നാണ്. അപ്പൊ ആ എന്നെ മാത്രം ഉദ്ദേശിച്ച്, അതായത് എന്നെ തന്നെ തേടി വന്ന് എന്നെ മാത്രം ഉദ്ദേശിച്ച് എന്നുള്ള ആ ഒരു തെക്കീത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇലയ്യ എന്ന് ആദ്യം വന്നത്. ലഇൻ ബസത്ത ഇലയ്യ യദക, നിന്റെ കൈ. യദ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. യദ് എന്നുള്ളത് പല രൂപത്തിൽ ഒരു അവയവം, അതായത് കൈ എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആന് പ്രയോഗിച്ചിട്ടുണ്ട്. ഔദാര്യം, ഒരാൾ ദാനം ചെയ്യുന്നതിന് കൈ ഉപയോഗിച്ചിട്ടാണ് ദാനം ചെയ്യുക. അപ്പൊ അതിന് യദ് വല എന്താണ്? യദുല്ലാഹി മഗ്ലൂല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഈ ജൂതന്മാർ പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹു പിഷ്കനാണ് എന്നുള്ള ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പോ അതുപോലെ യദ് എന്ന് പറയുന്നത് ശക്തി കൊടുക്കുക. അപ്പോ അയ്യദിനാഹു ബിറൂഹിൽ ഖുദുസ്, അയ്യദ എന്ന് പറഞ്ഞാൽ കൈത്താങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശക്തി പകരുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ശക്തിയെ, സഹായത്തെ ഒക്കെ കുറിക്കുന്ന, ഔദാര്യത്തെ ഒക്കെ കുറിക്കുന്ന പദപ്രയോഗമാണ് എന്ത്? യദ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇവിടെയും യഥാർത്ഥത്തിൽ നീ എന്റെ മേൽ ബലം പ്രയോഗിച്ചാൽ, ലഇൻ ബസത്ത ഇലയ്യ യദക, നിന്റെ കൈ എന്റെ നേരെ നീട്ടിയാൽ എന്ന് പറഞ്ഞാൽ നീ എന്റെ നേരെ എന്റെ മേൽ ബലപ്രയോഗം നടത്തുകയാണെങ്കിലും, ലഇൻ ബസത്ത ഇലയ്യ യഖ്തുലക യദക ലിതഖ്തുലനി, നീ എന്നെ വധിക്കുന്നതിന് വേണ്ടി. ഈ ലീ എന്ന് പറയുന്ന സാധനം ലാമുൽ ഇല്ലത്ത് എന്നാണ് പറയുക. ലാമുൽ ഇല്ലത്ത്, കാരണത്തെ കുറിക്കുന്ന ലാമിനാണ് എന്ത് പറയുക? ലാമുൽ ഇല്ലത്ത് എന്ന് പറയുക. ഇത് ചെയ്യാൻ, ലി തഖ്തുലനി, നീ എന്നെ വധിക്കുന്നതിന് വേണ്ടി. ഖത്തല എന്ന് പറഞ്ഞാൽ എന്താണ്? ഖത്തല വധിക്കുക. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു ഖത്തലൽ ഖംറ, ഖത്തല അൽ ഖംറ ഇദാ മസജഹ ഫഅസാല ബിദാലിക ഹിദ്ദതഹ. ഈ മദ്യം അതിൽ ധാരാളമായി വെള്ളമൊഴിച്ച് അതിനെ നിർവീര്യമാക്കുന്നതിനാണ് എന്ത് പറയുക? ഖത്തല എന്ന് പറഞ്ഞാൽ. നിർവീര്യമാക്കിയാൽ വെള്ളം, മദ്യം പച്ചവെള്ളത്തെ പോലെയായിരിക്കും. അതുപോലെ അൽ ഖംറുൽ മഖ്തൂല എന്ന് പറയാം. അൽ ഖംറുൽ മഖ്തൂല എന്ന് പറഞ്ഞാല് ഇദാ മുസിജത്ത് ബിൽ മായി ഹത്താ തദ്ഹബ ശിദ്ദതുഹ. മദ്യം അതില് വെള്ളമൊഴിച്ച് അതിന്റെ കാഠിന്യൊക്കെ നേർപ്പിച്ച് പച്ചവെള്ളം പോലെ ആക്കുന്ന സാധനത്തിന് എന്ത് പറയാ? അൽ ഖംറുൽ മഖ്തൂല എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തില്ല? ഉപകാരമില്ല. അപ്പൊ അതിൽ നിന്നാണ് ഖത്ല് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് നിർവീര്യമാക്കപ്പെട്ടത്. ഇപ്പൊ മനുഷ്യനെ കൊന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഖത്ല് എന്നുള്ള പദത്തിന്റെ ഭാഷാപരമായ തലം എന്നുള്ളത്
അൽ ഹംറുൽ മഖ്തൂല എന്ന അറബി ഭാഷ പ്രയോഗത്തിൽ നിന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ എന്താണ് ഹാബീലിനോട് പറയുന്നത് ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി, നീ എന്നെ വധിക്കുന്നതിനായി കൈ നീട്ടിയാലും മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലി അഖ്തുലക്, മാ അന ബിബാസിത്തിൻ, ഞാൻ കൈ നീട്ടുന്നവനേ അല്ല. അപ്പോ ഇത് ഒരേ വസൽ നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടാവും, മാ അന ബിബാസിത്തിൻ. എന്താ എവിടെ ഒരു സെന്റൻസ് ഇതുപോലെ ഉണ്ടല്ലോ, മാ അന ബിഖാരിൻ. അതായത് ജിബ്രീല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് എന്താണ് ഓതാൻ പറയുന്നുണ്ട്. അപ്പോ എന്താ പറയുന്നത്, മാ അന ബിഖാരിൻ, ഞാൻ എന്തല്ല വായിക്കുന്നവനല്ല, ഞാൻ ചെയ്യുന്നവനല്ല. കഴിവുണ്ടോ അല്ലേ എന്നുള്ളതല്ല അവിടുത്തെ ചർച്ച, എനിക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. മാ അന ബിഖാരിൻ അത് വേറെ ചർച്ചയാണ്, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ അതുപോലെ മാ അന ബി ബാസിത്തിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൈ നീട്ടുന്നവനല്ല. യദിയ എന്റെ കൈ, യദക്ക എന്ന് പറഞ്ഞാല് നിന്റെ കൈ, യദിയ എന്ന് പറഞ്ഞാല് എന്റെ കൈ. അപ്പോ മാ അന ബി ബാസിത്തിൻ യദിയ ലി അഖ്തുലക്, നീ എന്നെ വധിക്കാൻ കൈ നീട്ടിയാലും ഞാൻ നിന്നെ വധിക്കാൻ ഒരിക്കലും കൈ നീട്ടുകയില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരാള് നമ്മളെ കൊല്ലാൻ വന്നു, അപ്പൊ അന്യായമായിട്ട് വധിക്കാൻ വന്നാല് നമ്മളത് പ്രതിരോധിക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ ആയിക്കോട്ടെ നീ കൊന്നോ എന്ന് പറഞ്ഞു കൊടുക്കലാണോ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം? എന്തുകൊണ്ടാണ് ഹാബീൽ കാബീലിനോട് നീ എന്നെ കൊല്ലാൻ നോക്കിയാലും ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇത് ഖുർആൻ വ്യാഖ്യാതാക്കൾ ധാരാളമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് അന്നത്തെ ശരീഅത്ത് എന്ന് പറഞ്ഞാല് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് അത് അന്നത്തെ ശരീഅത്തിൽ പ്രതിരോധം ഇല്ലായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് കൊല്ലാൻ വന്നാൽ നോക്കി നിൽക്കുക, നിന്ന് കൊടുക്കുക, അതൊരു വൈറ് മാക്കൂല എന്ന് പറഞ്ഞാല് ഒരു സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അത്. ഒന്നാമത്തേത് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് കുറച്ച് ഇസ്സത്തുള്ള ശരീഅത്താണ്. ആരെങ്കിലും ഇങ്ങനെ വന്നാൽ എന്നാ വെട്ടിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശരീഅത്തൊന്നും ഇസ്ലാമിലില്ല. രണ്ടാമത്തെ സംഗതി, ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ രണ്ട് വിശ്വാസികൾ പരസ്പരം കലഹിച്ചാൽ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, ഖാതിലും കൊന്ന ആളും കൊല ചെയ്യപ്പെട്ട ആളും നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ഹാദൽ ഖാതിൽ വമാ ബാലുൽ മഖ്തൂൽ, അല്ല ആ കൊന്ന ആള് നരകത്തിലാണ് എന്ന് നമുക്കറിയാം, പക്ഷെ ആ കൊല ചെയ്യപ്പെട്ട ആള് എന്തിനാണ് നരകത്തിൽ പോകുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബിഹി, അയാൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം തീർന്നു മറ്റേയാളെ കൊല്ലണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അയാൾ നോക്കിയിട്ട് നടക്കാതെ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ആദം നബിയുടെ രണ്ട് മക്കളാണ്. ഇതിൽ ഒരാൾ കാഫിർ ഒരാൾ മുഅ്മിനാണ് എന്നുള്ളതിന് എന്തില്ല, ഒരു പ്രമാണവുമില്ല. ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സ്വാഭാവികമായും ഒരാൾ വളരെ മോശപ്പെട്ട രീതിയിൽ അത് പ്രതികരിച്ചു. അപ്പോ ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ ഹദീസ് തന്നെയും എന്ത്, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ എന്നുള്ള ഹദീസ് തന്നെ ഈ റസൂല് ഈ ആയത്തിൽ നിന്ന് എടുത്തതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ അതാണ് അതിന്റെ ഒരു ബേസ് എന്നുള്ളത്. അതല്ലാണ്ട് ആരെങ്കിലും തല്ലാൻ വരുമ്പോ ഇങ്ങനെ നിന്നു കൊടുക്കണം എന്നുള്ളതല്ല അതിന്റെ ഒരു കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാല് പരസ്പരം വിശ്വാസികൾ പരസ്പരം കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ ഒരു വിഭാഗം അതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഫിത്നയുമായി ബന്ധപ്പെട്ട ഹദീസുകളിലൊക്കെയും എന്താണ് അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കണം എന്ന് പറയുന്ന പ്രമാണങ്ങളൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ. അതല്ലാണ്ട് ആ കാലഘട്ടത്തിലെ ശരീഅത്ത് അങ്ങനെയായിരുന്നു, ഈ കാലഘട്ടത്തിൽ വേറെ, എല്ലാ കാലത്തും ഒരേ ശരീഅത്താണ്.
ശരീരത്തിനൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇതൊക്കെ മനുഷ്യൻ ഇറക്കുന്ന സാധനമാണ്. എല്ലാ കാലത്തും മനുഷ്യൻ ഒരുപോലെ ആയിരുന്നു. അപ്പോ ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്, ഹാബീൽ പറയുന്നത് മാ അന ബി ബാസിത്തിൻ യദിയ ലി അഖ്തുലക്. ഇതില് രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തേത് ഫിഇലുള്ള ജുംല ഫിഇലിയയാണ്, അതായത് രണ്ടാമത്തേത് ജുംല ഇസ്മിയയാണ്. മാ അന ബി ബാസിത്തിൻ എന്ന് പറഞ്ഞാല് മാ അന ബി ബാസിത്തിൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഫുള്ള് ഇസ്മാണ്. അപ്പോ ഇത് ജുംല ഇസ്മിയയാണ് എന്ന് പറഞ്ഞാൽ അത് തഅ്കീദിനെ കുറിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞാല്. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യത്തെ സെന്റൻസിൽ എന്താ പറഞ്ഞത്? ലഇൻ ബസത്ത ലഇൻ ബസത്ത ഇലയ്യ യദക എന്നാണ്. എന്നാ രണ്ടാമത്തെ സെന്റൻസിലോ മാ അന ബി ബാസിത്തിൻ യദിയ ഇലൈക എന്നാണ്. എന്ന് പറഞ്ഞ ഇല അവസാനത്തിലാണ്. എന്ന് പറഞ്ഞ ആദ്യത്തിൽ പറയുന്നത് നീ എന്നെ കൊല്ലാനായി ശ്രമിച്ചാലും എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തിൽ പറയുന്നത് ഞാൻ നിന്നെ എന്നല്ല ആരെയും കൊല്ലുന്നത് എന്റെ, അവിടെ ഫോക്കസ് എന്താണ്? കൊല്ലുക, ഉപദ്രവിക്കുക എന്നുള്ളതിനാണ്, എന്നെ അല്ലെങ്കിൽ നിന്നെ എന്നുള്ളതിനല്ല. അപ്പൊ എന്റെ നയം അനുസരിച്ച് നിന്നെ എന്നല്ല ഒരാളെയും വധിക്കാൻ പാടില്ല എന്നുള്ളതാണ് നയം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് ഒന്നാമത്തേത് ജുംല ഇസ്മിയെയും ഫിഅലിയെയും, രണ്ടാമത്തേത് ജുംല ഇസ്മിയെയുമായി വരുന്നതിന്റെ കാരണം എന്നുള്ളത്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത്തേത് തഅ്കീദാണ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വമാ അന ബി ബാസിത്തിൻ യദിയ ഇലൈക ലി അഖ്തുലക, ഒരു കാരണവശാലും നിന്നെ കൊല്ലാൻ ഞാൻ കൈനീട്ടുകയില്ല. അപ്പൊ അത് പൂർണ്ണാർത്ഥത്തിൽ ആ തഅ്കീദോടുകൂടി പറയുന്നതിനാണ് ഇവിടെ ജുംല ഇസ്മിയ വരുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ സഹോദരനെ കുറച്ചുകൂടി ഒന്ന് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത്. കാരണം ആദ്യത്തിൽ ജുംല ഫെയിലിയ പറയുമ്പോൾ കൊല്ലൽ എന്നുള്ളത് നിന്റെയും നയമല്ല, പക്ഷെ നീ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ, ഈ ജുംല ഫെയിലിയ സാധാരണ പ്രയോഗിക്കാൻ ഞാൻ പറഞ്ഞാണ് തഅ്കീദില്ലാത്ത മാറ്റങ്ങൾക്ക് വിധേയമാകാൻ സാധ്യത. അപ്പോൾ ഇവിടെ ഈ നീ എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു, നീ അങ്ങനെ ഒരു കൊലപാതകമൊന്നല്ല, പക്ഷെ നിനക്കിപ്പോ അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ, അതാണ് അവിടെ ആ ഒരു പ്രയോഗത്തിന്റെ മറ്റൊരർത്ഥം. അപ്പോ മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലി അഖ്തുലക, ഇവിടെയും ആ ലാമ് വന്നു അല്ലെ. അതിന് ലാമുൽ എല്ലാ കാരണത്തെ കുറിക്കുന്ന ലാമ്, നിന്നെ കൊല്ലുന്നതിന് വേണ്ടി, ലി അഖ്തുലക്, നിന്നെ വധിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരിക്കലും കൈ നീട്ടുകയില്ല. എന്നിട്ടോ നിന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. പിന്നെ അതിന്റെ കാരണം പറയാം. എന്താണ് കാരണം? തീർച്ചയായും ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഒരുപാട് പോയിന്റുകളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആദ്യം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന് പറയുന്നത്, രണ്ടാമത്തേത് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കില്ല എന്ന് പറയുന്നത്. ഇതില് ഒന്ന്, കൊലപാതകം എന്നുള്ളത് ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണ്. വിശുദ്ധ ഖുർആനിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ശിർക്കാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ശിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുക അല്ലാത്തതൊക്കെ വേണമെങ്കിൽ അവൻ പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സാധനം എന്താണ്? ഖത്ലുൻ നഫ്സാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് കഴിഞ്ഞിട്ട് മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ഒരാളെ കൊന്നാല്, അന്യായമായി കൊന്നാല് മുഴുവൻ ജനങ്ങളെയും വധിച്ചതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ഖത്ലുൻ നഫ്സ് എന്നുള്ളത് അത്രത്തോളം ഭീകരമാണ്. അതുകൊണ്ടാണ് ഹാബീൽ പറയുന്നത്, ഞാൻ അതൊരിക്കലും, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലാൻ ശ്രമിക്കില്ല. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ ഖത്ലുൻ നഫ്സ് എന്നുള്ളത് സഹോദരന്മാർക്കിടയിലാകുമ്പോൾ അതിനേക്കാൾ ഭീകരമാണ്. ഒരാള് സ്വന്തം ചോരയിൽ പിറന്ന സഹോദരനെ വധിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഭീകരമാണ്. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഹാബീൽ ഇവിടെ സംസാരിക്കുന്നത് മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക
ലി അഖ്തുലക്. എന്നിട്ടോ വീണ്ടും കാരണം പറയുകയാണ്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ പടച്ചവനെ ഭയപ്പെടുന്നു. അപ്പൊ ഇന്നി അഖാഫുല്ല, തീർച്ചയായും ഞാൻ. ഇന്ന എന്നുള്ളത് തഅക്കീദിനെ കുറിക്കുന്നതാണ്. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ എന്നാണ്. ഇന്നി എന്ന് പറഞ്ഞാല് തീർച്ചയായും ഞാൻ എന്നാണ്. അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അഖാഫു, ഖാഫ എന്ന് പറഞ്ഞാല് ഭയപ്പെടുക എന്നാണ്. അഖാഫു ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ രണ്ട് പദങ്ങൾ മുമ്പ് പഠിച്ചിരുന്നു, ഖാഫ അതുപോലെ ഖശിയ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അത് ആവർത്തിക്കുന്നില്ല. ഇത് കുറച്ചുകൂടി ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയത്തിന് അല്ലെങ്കിൽ ഒരു ഭക്തിക്കൊക്കെ ചേർത്ത് പ്രയോഗിക്കുന്ന സാധനമാണ് ഖശിയത്ത് എന്ന് പറയുന്ന സാധനം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹുവിനെ അവന്റെ അടിമകളിലെ ഉലമാക്കളാണ് ഭയപ്പെടുന്നത് എന്ന് സാധാരണ ഖുർആനിൽ നമുക്ക് സൂറത്ത് ഫാത്തിറിൽ കാണുവാൻ കഴിയും. അപ്പൊ ഖശിയത്തില്ല എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ തഖ്ശൗനൻ നാസ, നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഖശിയത്ത് ജനങ്ങൾക്ക് കൊടുക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. ഖൗഫ് എന്നുള്ളത് ഓരോ പരിണിതികളെ ഭയപ്പെടുന്നതാണ്. ഇപ്പൊ ശിക്ഷയെ ഭയപ്പെടുന്നത്, നരകത്തെ ഭയപ്പെടുന്നത്, അള്ളാഹുവിന്റെ എന്താണ് ഈ എന്താ പറയാ, ഈ പാമ്പ്, സർപ്പം, രാത്രി, അങ്ങനെയൊക്കെയുള്ള സംഗതികൾക്കൊക്കെയും എന്താ പറയുക, അതിനൊക്കെ ഭയപ്പെടുന്നതിനും ഖൗഫ് എന്നുള്ള പദം പ്രയോഗിക്കും. അപ്പോ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നു. പിന്നെ ആ അള്ളാഹുവിന്റെ വിശേഷണമാണ് എന്ത്? അള്ളാഹു ആയതുകൊണ്ടല്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ ആയതുകൊണ്ടാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഭയപ്പെടുക എന്നുള്ളതല്ല നയം, നേരെ മറിച്ച് അവരുടെ റോളാണ് എന്ത്? മെയിന്. അപ്പൊ ആ റോൾ എന്താണ്? റബ്ബുൽ ആലമീൻ. റബ്ബ് എന്നുള്ള പദം നമ്മൾ മുമ്പ് പഠിച്ചാണ് റബീബത്ത് എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. അൽ ഗനമുല്ലത്തി യുറബ്ബിഹ നാസു ഫീ ബുയൂത്തിഹിം ലിൽ അൽബാൻ, പാലിന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആടിനെ വളർത്തുന്ന, വീട്ടിൽ വളർത്തുന്ന ആടിനാണ് റബീബത്ത് എന്ന് പറയുന്നത്. അതിനെ വളർത്തുന്ന ആളാണ് റബ്ബ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട പുല്ല് കൊടുക്കുന്നു, അതിന് വേണ്ട ഭക്ഷണം കൊടുക്കുന്നു. അവസാനം യജമാനന് വേണ്ട പാലും യജമാനന് വേണ്ട മാംസവും ഒക്കെ ആര് കൊടുക്കുന്നു? ആട് കൊടുക്കുന്നു. അതുപോലെയാണ് റബ്ബും നമ്മളും തമ്മിലുള്ള ബന്ധം. നമുക്ക് വേണ്ടതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നു. നമ്മുടെ ഭക്ഷണം അള്ളാഹുവിന്റെ റാസിഖ് അള്ളാഹുവാണ്, ഖാലിഖ് അള്ളാഹുവാണ്, നാസിർ അള്ളാഹുവാണ്. എല്ലാ സംഗതിയും ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ തിരിച്ച് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹുവിനെ ഇബാദത്ത് അനുസരിച്ച് ചെയ്ത്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാവുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ അതേ ഗനമ്, അതായത് റബീബത്ത് എന്ന ഗനമ്, അതിന്റെ റബ്ബിനോട് കാണിക്കുന്ന അതേ കൂറ് തന്നെയാണ് റബ്ബിനോട് നമ്മൾ യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് റബ്ബ് എന്നുള്ള പദം വന്നിട്ടുള്ളത്. ആലമ് എന്നുള്ളത് അതിന്റെ ബഹുവചനമാണ് എന്ത്? ആലമൂൻ എന്നുള്ളത്. അതിന് വേറൊരു ബഹുവചനമുണ്ട്, എന്താണ്? അൽ അവാലിം എന്നാണ്. അൽ അവാലിം എന്നാണ്. പക്ഷെ ആലമൂൻ എന്ന് പറയുന്നതും അവാലിം എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം, ആലമൂൻ എന്നുള്ളത് ആഖിലുകൾക്കുള്ളതാണ്. അതായത് മനുഷ്യർക്ക്, പ്രത്യേകിച്ച് മനുഷ്യരെ പോലുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വ ചുമതലയുള്ള ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്ന ജമ്മുകൾക്കൊക്കെയും രണ്ട് ജമ്മൊക്കെ ഉണ്ടെങ്കിൽ അർത്ഥങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വിശുദ്ധ ഖുർആനില് ഖലീഫക്ക് രണ്ട് ജമ്മ് പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഖുലഫാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, രണ്ട് ഖലായിഫ് എന്ന് പറയുന്നുണ്ട്. ഖുലഫാ എന്ന് പറയുന്നത് മിക്കവാറും ഒരു സമൂഹത്തൊക്കെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അടുത്ത തലമുറ കടന്നു വരുമ്പോഴാണ് ഖുലഫാ എന്ന് പ്രയോഗിക്കുക. എന്നാൽ ഖലായിഫ് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം, ഒരു പ്രത്യേക ഖലീഫ എന്നുള്ള ഉത്തരവാദിത്വം, ഖലായിഫ് അൽ അർദ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് പ്രയോഗിക്കുക. എന്ന് പറഞ്ഞാല് ഒരു പദത്തിന് രണ്ട് ബഹുവചനങ്ങൾ, രണ്ട് ജമ്മുകൾ ഉണ്ട് എങ്കിൽ ആ രണ്ട് ജമ്മുകൾക്കും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നെ പോറ്റി പരിപാലിക്കുന്നത്. അതുകൊണ്ട് ആ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിക്കുവാൻ ബാധ്യസ്ഥനാണ് ഞാൻ എന്നാണ് ആര് പറയുന്നത്? ഹാബീല്
പറയുന്നത് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അതുകൊണ്ട് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഇതാണ് ഈ ഇങ്ങനെ സഹോദരനെ ഇങ്ങനെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഇന്നമാ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നുള്ളതും, രണ്ടാമത്തേത് ലഇൻ ബസത്ത ഇലയ യദക ലിതഖ്തുലനി മാ അന ബിവാസിത്തിൻ അയദിയ ഇലൈക ലിഅഖ്തുലക എന്ന് പറയുന്നതും, മൂന്നാമത്തേത് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അതായത് അള്ളാഹുവിനൊക്കെ വെച്ചുകൊണ്ട് അവന് ഒരു ഭയം യഥാർത്ഥത്തിൽ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ അവസാനത്തെ ശ്രമമാണ് അടുത്ത ആയത്തിൽ ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ ദാലിക ജസാഉ അല്ലാലിമീൻ. അപ്പൊ ഇവിടെ ഇന്നി ഉരീദു, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാധനമാണ്. ഇന്നി ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോ ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക്, എന്റെ പാപവും നിന്റെ പാപവുമായി നീ മടങ്ങണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. എന്റെ പാപവും, അത് ഞാൻ വിശദീകരിക്കാം, അതുപോലെ നിന്റെ പാപവുമായി നീ മടങ്ങണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാ എന്ന് പറഞ്ഞാല് സാധാരണ റജ എന്നാണ് പറയുക, പക്ഷെ അത് വെറും മടക്കത്തിനല്ല ബാ എന്ന് പറയുക. അൽ ബവാ എന്ന് പറഞ്ഞാൽ അൽ ലുസൂം എന്നാണ്. അൽ ബവാഉ ബിമഅന അൽ ലുസൂം എന്ന് പറഞ്ഞാല് ഒരു സാധനം എടുത്ത് തലയിൽ വെക്കുക, ഇങ്ങനെ വെറുതെ തലയിൽ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഒരിടത്ത് സ്ഥിരമാവുക, അങ്ങനെയുള്ള സാധനത്തിനാണ് എന്ത് പറയുക? അൽ ബവാ എന്ന് പറയുക. ഇപ്പൊ ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ എന്താണ് ഇവരെ യഹൂദന്മാരെ കുറിച്ച് പറയുന്നിടത്തും മറ്റൊക്കെ ഫബാഉ ബിഗളബിൻ മിനല്ലാഹ്, അവര് അള്ളാഹുവിന്റെ ശാപമെടുത്ത് തലയിൽ വെച്ചു, അല്ലെങ്കിൽ അതുമായിട്ട് അവര് മടങ്ങി എന്ന് പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അഫമനിത്തബഅ റിദ്വാനല്ലാഹ് കമൻ ബാഅ ബിസഖതിൻ മിനല്ലാഹ്. അപ്പോ അങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആൻ ബാഅ ബിസഖതിൻ മിനല്ലാഹ് എന്നുള്ള പ്രയോഗങ്ങള്, അപ്പോ ഈ ബാഅ ബിഗളബിൻ അലാ ഗളബ് എന്നുള്ള പ്രയോഗം, വബാഉ ബിഗളബിൻ മിനല്ലാഹ് എന്നുള്ള പ്രയോഗം, അപ്പൊ ഇതൊക്കെയും യഥാർത്ഥത്തില് ഒരു സംഗതി എടുത്ത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ തലയിൽ കെട്ടിവെക്കുക. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇന്നി ഉരീദു, ആ ഉരീദയുടെ വിശദീകരണം നമുക്ക് ലാസ്റ്റിലേക്ക് മാറ്റിവെക്കാം. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക്, എന്റെ പാപവും നിന്റെ പാപവും നീ ചുമക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇവിടെ രണ്ട് വ്യാഖ്യാനങ്ങൾ ഇത് നമുക്ക് നൽകാവുന്നതാണ്. ബി ഇസ്മി വ ഇസ്മിക് എന്ന് പറഞ്ഞാൽ എന്നെ കൊന്ന പാപവും, ബി ഇസ്മി എന്റെ പാപം എന്ന് പറഞ്ഞാൽ നീ എന്നെ കൊന്നാൽ എന്നെ കൊന്ന പാപവും, വ ഇസ്മിക് നിന്റെ മറ്റുള്ള പാപങ്ങളും ഒക്കെ നീ ഏറ്റെടുക്കേണ്ടി വരും. ഇതാണ് ഒന്നാമത്തെ അതിന്റെ വ്യാഖ്യാനം. ഇതാണ് മഹാഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ള വിശദീകരണം. ഇതിന് രണ്ടാം വിശദീകരണം, എന്റെ പാപം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ പാപവും പിന്നെ നിന്റെ ജീവിതത്തിലെ പാപവുമായിട്ട് നീ എങ്ങനെയാണ് നീ മടങ്ങണം, അല്ലെങ്കിൽ അതിന്റെ ബാധ്യതകൾ നീ ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇതിലെ ഒരു സംശയം, അതെങ്ങനെ സംഭവിക്കുക? വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഒരാളുടെ പാപവും വേറൊരാൾ ഏറ്റെടുക്കേണ്ടി വരില്ല എന്നല്ല. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞാല്, ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിച്ചു, അതദ്റൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ്, പാപ്പരായവൻ എന്ന്? അപ്പോ സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മല്ലാ ദിർഹമ ലഹു വലാ ദീനാർ, ഞങ്ങളിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാല് ദീനാറോ ദിർഹമോ
കയ്യിലില്ലാത്തവനാണ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ്, പാപ്പരായവൻ എന്ന് പറഞ്ഞത് കയ്യിൽ ദിർഹമോ ദീനാറോ ഇല്ലാത്തവനല്ല. നാളെ യൗമുൽ ഖിയാമത്തില് ഒരുപാട് നമസ്കാരവും സക്കാത്തും അതുപോലെ തന്നെ നോമ്പുമായിട്ടൊക്കെ കടന്നു വരും. യഅതി എന്നിട്ട് അയാളോ ലറബഹാദ, ഒരാളെ അടിച്ചിട്ടുണ്ട്. വശത്തമഹാദ, മറ്റൊരാളെ ശകാരിച്ചിട്ടുണ്ട്. വഖദഫഹാദ, ഒരാൾക്ക് മേൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വസഫഖദമഹാദ, മറ്റൊരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആള് നാളെ പരലോകത്ത് വരുമ്പോ അയാളുടെ ഈ തെറ്റ് ചെയ്ത ആളുടെ ഹസനാത്തുകൾ എടുത്തിട്ട് ആർക്ക് കൊടുക്കും? തെറ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് കൊടുക്കും. അങ്ങനെ ഹസനാത്തുകൾ ഇങ്ങനെ വീതം വെച്ച് കഴിഞ്ഞിട്ട് അവസാനം പിന്നെ ഹസനാത്തുകൾ കൊടുക്കാനില്ലാണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? ആ തെറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ തിന്മകൾ എടുത്തിട്ട് ആർക്ക് കൊടുക്കും? ഈ പറഞ്ഞ തെറ്റ് ചെയ്ത വ്യക്തിക്ക് കൊടുക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണമാണ്. മുഫ്ലിസിനെ കുറിച്ച് പറഞ്ഞിടത്ത് സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ തിന്മകൾ എടുത്തിട്ട് അയാളുടെ നാശത്തിന് കാരണമായ വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളത് ആര് പഠിപ്പിച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ആ വ്യാഖ്യാനം സാധാരണ പണ്ഡിതന്മാരൊക്കെയും ആദ്യത്തെ വ്യാഖ്യാനമാണ് കൊടുക്കല്. രണ്ടാമത്തെ വ്യാഖ്യാനം വലാ തസിർ വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്നുള്ള ആയത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യത്തെ വ്യാഖ്യാനമാണ് കുറച്ചെങ്കിലും ദുർബലമായത്. കാരണം അവിടെ എന്താണ്? അൻ തബൂഅ ബി ഇസ്മി, എന്റെ പാപം എന്ന് പറഞ്ഞാൽ എന്നെ കൊന്ന പാപം എന്ന് അതിന് അർത്ഥം കിട്ടൂല. ഇസ്മി എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോ കലമി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ മിൽക്കിയത്തിനെ കുറിക്കുന്നതാണ്. എന്റേത്, ഞാനാണ് അതിന്റെ ആള്. അങ്ങനെയാണ് അറബി ഭാഷയിൽ. ബൈത്തി എന്ന് പറഞ്ഞാല് എന്റെ വീട് എന്നാണ്. അപ്പൊ സ്വാഭാവികമായി ഇസ്മി എന്ന് പറഞ്ഞാല് എന്നെ കൊന്ന പാപം എന്നുള്ളത് ഇങ്ങനെ മൂക്ക് പിടിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി ഉചിതമായത് രണ്ടാമത്തെ വ്യാഖ്യാനമാണ്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ആശയം എന്നുള്ളത്. അപ്പോ ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാ. ഇസ്മ എന്നുള്ള പദം വിശദീകരിച്ചിട്ടില്ല, മുമ്പ് വന്നതാണ്. എന്നാലും അസിമത്തിൻ നാഖത്തു, അസിമത്ത് അൻ നാഖത്തു ഇദാ അബ്തഅത്. ഇസ്മ എന്ന് പറഞ്ഞ പദം അസിമത്തിൻ നാഖ ഇദാ അബ്തഅത്, ഈ ഒട്ടകം മെല്ലെ മെല്ലെ സഞ്ചരിക്കുന്നതിനാണ് എന്ത് പറയുക? അസിമ എന്ന് പറയുക. നാഖത്തുൻ ആസിമത്തുൻ എന്ന് പറഞ്ഞാൽ നാഖത്തുൻ മുബ്തിഅത്തുൻ, വളരെ പിന്നില് സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ നാഖ ആസിമ എന്ന് പറയുക. അപ്പൊ ശരിക്ക് ഇസ്മി എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ പിന്നിലേക്ക് വലിക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തില് ഹാബീലിനെ കൊല്ലുന്നത് എന്തിനാണ്? ഹാബീലിനെ അതിജയിച്ച് മുന്നിൽ കടക്കാമെന്നുള്ള മോഹത്തിന്റെ പുറത്താണ് കൊല്ലുന്നത്. പക്ഷെ ഇസ്മ കൊണ്ട് ഒരാൾ ഒരിക്കലും ജീവിതത്തില് മുന്നേറുകയില്ല. അത് ജീവിതത്തിൽ പിറകോട്ട് പിന്നിലേക്ക് വലിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് അവിടെ ഈ പറയുന്ന ഇസ്മ എന്നുള്ള പദം പ്രയോഗിച്ചത്. അതാണ് ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിന്നാർ. ഈ ഫതകൂന മിൻ അസ്ഹാബിന്നാർ, അപ്പൊ നീ അങ്ങനെ വധിച്ചു കളഞ്ഞാൽ ഫതകൂന, നീ ആയിത്തീരും മിൻ അസ്ഹാബിന്നാർ. ഈ അസ്ഹാബിന്നാർ എന്നുള്ളതിൽ രണ്ട് പദങ്ങളാണ്. ഒന്ന് അസ്ഹാബ്, സ്വാഹിബ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് എന്ത്? അസ്ഹാബ് എന്ന് പറയുന്നത്. അപ്പോ സാധാരണ അസ്ഹാബ്, നമ്മൾ ഈ സ്വാഹിബും സ്വദീഖൊക്കെ തമ്മിലുള്ള വ്യത്യാസം മുമ്പ് പഠിപ്പിച്ചിരുന്നു. സ്വാഹിബ് എന്ന് പറയുന്നത് സ്വഹിബ എന്നുള്ളത്, സ്വഹിബ എന്ന് പറഞ്ഞാൽ ലസിമ എന്നാണ്, എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളാണ് സ്വാഹിബ്. മുലാസിം എന്നാണ് പറയാം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആളുകളെ എന്ത് പറയുന്നത്? സ്വഹാബികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഖുർആൻ എന്ത് വിളിച്ചത്? സ്വാഹിബ്. ഇദ്ഹുമാ ഫിൽ ഗാരി
ഇത് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവര് രണ്ടുപേരും ഗുഹയിലായിരിക്കുന്ന സമയത്ത് ആര് പറഞ്ഞു? പ്രവാചകൻ തന്റെ സ്വാഹിബിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സദീഖ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബന്ധത്തില്, സുഹൃദത്തില് സത്യസന്ധത, സിദ്ഖ് കാണിക്കുന്നവനാണ് ആര്? സദീഖ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെയാണ് സിദ്ദീഖ് എന്നുള്ള പദവും കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് എന്താണ് ഫ്രണ്ട്സുകളൊക്കെ കുറിക്കാനുള്ള അറബി പദങ്ങൾ. അതിനൊക്കെ വ്യത്യസ്തമായ തലങ്ങളാണുള്ളത്. അപ്പൊ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ മുലാസിമ് എന്നാണ്. അപ്പൊ അസ്ഹാബ് നാർ എന്ന് പറഞ്ഞാല് നരകത്തിന്റെ മുലാസിമാണ് പറഞ്ഞാൽ അവര് നരകത്തിൽ തന്നെയാണ്, അതിൽ തന്നെ എപ്പോഴും അതിൽ തന്നെയാണ് എന്ന് കുറിക്കാനാണ് എന്ത് അസ്ഹാബുൻ നാർ എന്നുള്ള പദം വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ ജന്ന എന്നുള്ള പദമൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ സ്വാഹിബുകളാണ്, അതിന്റെ മുലാസിമുകളാണ്, അതിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ആളുകളാണ് എന്ന് കുറിക്കാനാണ് അസ്ഹാബുൻ നാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നാറും നൂറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു. അതും നമ്മൾ ഇപ്പൊ കടക്കുന്നില്ല. എന്ന് പറഞ്ഞാല് നാറും നൂറും തമ്മിൽ എന്ത് വ്യത്യാസം? നാറ് എന്നുള്ളത് എന്തിനുള്ളതാണ്? നൂറ് എന്തിനുള്ളതാ? നൂറ് പ്രകാശത്തിനുള്ളതാണ്, നാറ് കത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മാളിയിലും മുള്ളാരിയിലും നാറ യനൂറു എന്നും നാറ യനീറും എന്നും വ്യത്യാസമുണ്ട്. അപ്പോ അതിനനുസരിച്ചാണ് പദങ്ങൾ വരുന്നത്. മുള്ളാരിയിലെ വ്യത്യാസമാണ് അതിന്റെ മസ്ദറിലെ വ്യത്യാസമായിട്ട് കണക്കാക്കുന്നത്. അപ്പോ ഇവിടെ കൃത്യമായിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഹാബീല് പറയുന്നത് ഫതകൂന മിൻ അസ്ഹാബിന്നാർ. ഇതില് വേറൊരു സംഗതി കൂടിയുണ്ട്. എന്ന് പറഞ്ഞാല് രണ്ടാളും പ്രവാചകന്റെ മക്കളാണ്. ആ രണ്ട് മക്കളുടെയും തമ്മിലുള്ള വ്യത്യാസം എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാള് അങ്ങേയറ്റത്തെ ഈർഷ്യയില്, ദേഷ്യത്തില് പ്രതികരിക്കുന്നു, മറ്റേയാള് വളരെ സൗമ്യനായി പ്രതികരിക്കുന്നു. ഒരാൾ കൊല്ലാൻ ഒരുങ്ങുന്നു, മറ്റാള് എന്താണ് തിരിച്ച് പ്രതികരിക്കാതെ നിൽക്കുന്നു. ഇത് വിശുദ്ധ ഖുർആന് കൃത്യമായിട്ട് പല ആയത്തുകളിൽ, ഇപ്പൊ ഉദാഹരണം ഖുൽ ലാ യസ്തവിൽ ഖബീഥു വത്തയ്യിബ്, പ്രവാചകരെ താങ്കൾ പറയുക ഖബീസും ത്വയ്യിബും ഒരിക്കലും തുല്യമാവുകയില്ല. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ വിശുദ്ധ ഖുർആൻ വമാ യസ്തവിൽ അഅമാ വൽ ബസീർ വലദ്ദുലുമാതു വലന്നൂർ വലദ്ദില്ലു വലൽ ഹറൂർ വമാ യസ്തവിൽ ഹയ്യാ വൽ അംവാത്, കൃത്യമായിട്ട് അതായത് അന്ധനും കണ്ണ് കാണുന്നവനും ഒരിക്കലും തുല്യരല്ല. അന്ധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് പൊട്ടൻ എന്നുള്ള അർത്ഥത്തിലല്ല. എന്ന് പറഞ്ഞാൽ ഒരു സത്യം മനസ്സിലാക്കുന്നവനും മനസ്സിലാക്കാത്തവനും ഒരുപോലെയല്ല. അന്ധകാരവും പ്രകാശവും ഒരുപോലെയല്ല. ചൂടും തണുപ്പും ഒരുപോലെയല്ല. അതുപോലെ മരിച്ചവനും ജീവിച്ചവനും ഒരുപോലെ, ജീവിച്ചുകൊണ്ടിരിക്കുന്നവനും ഒരുപോലെയല്ല. ഇത് കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ്. ഒരിക്കലും നന്മയും തിന്മയും തുല്യമാവുകയില്ല. വലാ തസ്തവിൽ ഹസനതു ബിസ്സയ്യിഅ എന്ന് പറയുന്ന പോയിന്റാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഹാബീലിന്റെയും കാബീലിന്റെയും രൂപം. അതായത് ഒരാള് അപ്പുറത്ത് നല്ല ആണയിട്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുമ്പോഴും മറ്റേയാള് മാ അനബി ബാസിത്തിന്റെയിലേക്ക ലി അഖ്തുലക് എന്ന് പറയുന്നത്, ഇതാണ് നന്മയും തമ്മിലും തിന്മയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോ ഫതകൂന മിൻ അസ്ഹാബിൻ നാർ, നാർ എന്നുള്ളത് നരകമാണ്. നരകം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അപ്പോ അതിനെക്കുറിച്ച് ഇത് അവസാനത്തെ ഒരു ശ്രമമാണ്. അതായത് എന്ത് കണ്ടിട്ടും കാബീൽ പിന്തിരിയുന്നില്ല. അപ്പോ വീണ്ടും എന്താണ് ഇത് നരകത്തിനുള്ള പണിയാണ് കേട്ടോ എന്നുള്ളത്. ഇനിയിപ്പോ ഒരു ചർച്ച എന്താണെന്ന് വെച്ചാല്, ഒരാൾക്ക് നമ്മൾ തിന്മ ആഗ്രഹിക്കാൻ പാടുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്നി ഉരീദു അൻ തബൂഅ ബി ഇസ്മി വ ഇസ്മിക്, എന്റെയും നിന്റെയും പാപങ്ങൾ നീ ചുമക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഹാബീൽ നരകത്തിൽ പോകണമെന്നാണോ ഹാബീൽ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്ക് തിന്മ ഉദ്ദേശിക്കാൻ ഇസ്ലാം
അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാം ഒരിക്കലും മറ്റൊരാൾക്ക് തിന്മ ഉദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നയം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ട് വളരെ കൃത്യമായിട്ട് അങ്ങേയറ്റത്തെ സങ്കടത്തോടു കൂടി വലഅല്ലക ബാഖിൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ എന്ന് പറഞ്ഞാൽ ഇവര് വിശ്വസിക്കുകയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ താങ്കൾ സങ്കടം കൊണ്ട് നശിച്ചു പോകുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്മ വരണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സമീപനം വിശ്വാസികൾക്ക്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ വിശ്വാസികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് അത് തിരുത്തുന്നത് ഖാല വമൻ കഫറ ഫഉമ്മത്തിഹു ഖലീലൻ തുമ്മ അൽതുറഹു ഇലാ അദാബിന്നാർ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഇസ്ലാമിന്റെ പൊതുവായ നയം. ഹാബീലിന്റെ നയവും അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും നേരം ഹാബീലിനെ ഉപദേശിക്കാൻ നിൽക്കേണ്ട വല്ല ആവശ്യമില്ലല്ലോ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന് പറയുന്നതും ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലിഅഖ്തുലക എന്ന് പറയുന്നതും ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇന്നി ഉരീദു എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നല്ല, ഞാൻ വിചാരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം എങ്ങനെയാണ് അർത്ഥം കിട്ടുന്നത് വെച്ചാൽ ആ പദത്തിന് ആ സന്ദർഭത്തിൽ അതാണ്, അതായത് അല്ലെങ്കിൽ അതിന് മുന്നിലുള്ളതിനോട് അതെന്താണ് കോൺട്രാഡിക്റ്റ് ആണ്. അതിനു മുമ്പൊക്കെ അദ്ദേഹം ഉപദേശിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ ഉപദേശത്തിന് എതിരാണ് ഇങ്ങനെ അർത്ഥം വെച്ചാല്. അപ്പൊ അവിടെ അറാദ അത് ഇപ്പോ സാധാരണ വിശുദ്ധ ഖുർആനിലെ ചില പദങ്ങൾ ഇപ്പോ ലന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? വിചാരിക്കുക എന്നാണ് സാധാരണ പറയുക. പക്ഷെ വിചാരിക്കുക എന്നല്ല, യഖീനു ലന്ന് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം. യളുന്നൂന വിചാരിക്കുന്നവർ അല്ല, ഉറച്ച് വിശ്വസിക്കുന്നവർ എന്നാണ്. അപ്പൊ അങ്ങനെ പദങ്ങളെ മാറി മാറിയിട്ട് പ്രയോഗിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ. പക്ഷെ ആ സന്ദർഭത്തിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ അത് തന്നെയാണ് ഇവിടെയും. ഒരിക്കലും അവൻ നരകത്തിൽ പോകണം എന്നുള്ളത് ആരുടെയും ഹാബീലിന്റെ ആഗ്രഹമായിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നീ എന്നെ കൊല്ലുകയും എന്നിട്ട് എന്റെയും നിന്റെയും പാപവുമായിട്ട് നീ നരകത്തിൽ പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ള ആശങ്കയാണ് ആര് പങ്കുവെക്കുന്നത്? ഹാബീല് പങ്കുവെക്കുന്നത്. എന്നിട്ട് അവസാനം എന്താ പറയുന്നത്? ദാലിക വാണ്ടോ അല്ലേ വല്ലേ വദാലിക ജസാഉൽ ളാലിമീൻ. അപ്പൊ അത് നരകം എന്ന് പറയുന്നത് ളാലിമുകളുടെ പ്രതിഫലമാണ്. ളാലിമുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച വദാലിക എന്ന് പറയുന്നത് നരകത്തിലാവുക എന്നുള്ളത്. നാറിലേക്ക് പറ്റൂല. കാരണം എന്താ? നാറ് മുഅന്നസ് ആണ്. അപ്പോ വതിൽക എന്നാണ് പറയാ. അപ്പൊ വദാലിക എന്ന് പറയുന്നത് നീ നരകത്തിലാവുക എന്നുള്ളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ജസാഉൽ ളാലിമീൻ. അത് ളാലിമുകളുടെ പ്രതിഫലമാണ് എന്ന് പറയുന്നുണ്ട്. ജസാ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒന്നിന്റെ ഫലം എന്നാണ്. ഒരു പ്രവർത്തനത്തിന്റെ കോൺസിക്വൻസ്, അതിനാണ് ശരിക്ക് ജസാ എന്ന് പറയുക. ജസാ എന്നുള്ളതാണ് പദം, അല്ലാണ്ട് ജസാ എന്നുള്ളതല്ല. ജസാ എന്നുള്ള പദത്തിൽ നിന്ന് നമ്മുടെ ജുസ് എന്നൊക്കെയുള്ള പദം വന്നിട്ടുള്ളത് ജസാ എന്നുള്ളതിൽ നിന്നാണ്. ഇത് ജസാ എന്നുള്ള പദമാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ജിസിയ എന്നുള്ള പദവും കടന്നു വന്നിട്ടുള്ളത്. അപ്പോ ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നർത്ഥം. വദാലിക ജസാഉൽ ളാലിമീൻ. ളലംതു ലബന. ദുൽമ എന്നുള്ളത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. സാധാരണ നമ്മൾ പറയാറുള്ളത് വലഉ ശൈഇ ഫീ ഗൈരി മൗളി, ഒരു വസ്തുവിനെ അസ്ഥാനത്ത് വെക്കുന്നതിനാണ്, പ്രതിഷ്ഠിക്കുന്നതിനാണ് എന്ത് പറയുക? ദുൽമ എന്ന് പറയുക. ശരിക്കും അറബി ഭാഷയിൽ ദുൽമ എന്ന് പറയുന്നത് ലലംതുൽ ലബന ഇദാ ശരിബ്തുഹു ഔ സഖൈതുഹു ഖബ്ല ഇദ്റാകിഹി ഔ ഇഖ്റാജ് സുബ്ദത്തിഹി. പാല് കറന്ന ഉടനെ കുടിക്കരുത് എന്നുള്ളതാണ് നയം. അത് അതിന്റെ
പതയൊക്കെ മാറിയതിന് ശേഷം കുടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പത മാറാൻ നിൽക്കാതെ പാല് കുടിക്കുന്നതിനാണ് ലുൽമ് എന്ന് പറയുക. അതല്ലെങ്കിൽ ലുലിമത്തിൻ നാക്കത്തു എന്ന് പറഞ്ഞാല് ഇതാ നഹർതഹ ബിദൂനി ഇല്ലത്തിൻ, ഒരു ഇല്ലത്തും ഒരു രോഗവുമില്ലാതെ നിങ്ങൾ ഒട്ടകത്തെ വെറുതെ കൊല്ലുന്നതിനാണ് ലുലിമത്തിൻ നാക്കത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാകമാവാത്ത പ്രവർത്തനങ്ങളാണ് ദുൽമ. സമയമാവാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ത് ദുൽമ്. അതല്ലെങ്കിൽ നമ്മൾ തിരക്കോട് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ത് ദുൽമ്. അത് തന്നെയാണ് ആർക്ക് സംഭവിച്ചത്? കാബീലിന് സംഭവിച്ചത്. കാബീല് തനിക്ക് ഞാൻ ഹാബീലിനെ വധിച്ചാൽ തനിക്ക് ഈ പറയുന്നതൊക്കെ ലഭിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ പാകമാവാത്ത കർമ്മമാണ് യഥാർത്ഥത്തിൽ ദുൽമ് എന്നാണ് ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ പാകമാവാത്ത കർമ്മം ചെയ്യുന്നവർക്കുള്ളതാണ് എന്ത് നരകം എന്നുള്ളത്. വദാലിക ജസാഉ അസ്സാലിമീൻ എന്നുള്ളത്. അപ്പൊ ശരിക്ക് ദുൽമിന് ഖുർആൻ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇന്ന ശിർക ലദുൽമുൻ കബീർ എന്നുള്ളതാണ്. സൂറത്ത് ലുഖ്മാനില് ലുഖ്മാൻ നടത്തുന്ന ഉപദേശത്തില് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്റെ മകനെ നീ ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ലുൽമുൻ അലീമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ലുൽമി എന്ന് പറയുന്നത് മനുഷ്യന്മാര് ശരിക്ക് ഈ കല്ലിനെയും അല്ലെങ്കിൽ മരത്തെയും അല്ലെങ്കിൽ എല്ലാറ്റിനെയും യഥാർത്ഥത്തില് ഈ അർത്ഥത്തിൽ ആരാധിക്കുന്നതിന്റെ ബേസ് എന്താണ്? ആ ബേസ് എന്ന് പറയുന്നത് അല്പമായി ചിന്തിക്കുക, പാകമാവാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലുൽമി എന്നുള്ള പദം എന്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? ശിർക്ക്, ദുനിയാവിലെ ഏറ്റവും വലിയ തിന്മയായ ശിർക്കിലേക്ക് ചേർത്തുകൊണ്ട് വിശുദ്ധ ഖുർആന് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഹാബീല് അവസാനിപ്പിക്കുകയാണ്. 4 രീതികൾ ഇവിടെ സ്വീകരിച്ചു. ഒന്നാമത്തേത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വ കൊണ്ട് കർമ്മങ്ങൾ ചെയ്താലേ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂ, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തേത് നീ എന്നെ വധിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ വധിക്കൂല, സഹോദരന്മാർ മനുഷ്യരെ വധിക്കുക എന്നുള്ളത് വലിയ കുറ്റകൃത്യമാണ് എന്ന് പഠിപ്പിച്ചു. മൂന്നാമത്തേത് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, നമ്മൾ അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്, അവനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ചു. ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ പാപവും നിന്റെ പാപവുമായിട്ട് നീ നരകത്തിൽ പോവേണ്ടി വരും എന്നുള്ള താക്കീതും കൊടുത്തു. പക്ഷെ ഇതൊന്നും കൊടുത്തിട്ടും എന്ത് സംഭവിച്ചില്ല? ഒരു മാറ്റവും സംഭവിച്ചില്ല. ആർക്ക് സംഭവിക്കാത്തതുപോലെ? ബനൂ ഇസ്രായേലിന് സംഭവിക്കാത്തതുപോലെ. ബനൂ ഇസ്രായേലിനോട് ആണയിട്ട് ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ ആര് കൊടുക്കുന്നുണ്ട്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എന്താ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാത്തില എന്നാണ് പറഞ്ഞത്. അതാണ് ഇതിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഫതവ്വത് ലഹു നഫ്സുഹു ഖത്ല അഖി എന്ന് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين.